അപ്പം നേരെ നടുന്ന രാവിലെ തന്നെ നീച്ചാണ്ട് നേരെ ജെട്ടി പോകട്ടോ. കപ്പൽ വേറെ സ്ഥലമുണ്ട്, ജെട്ടി അറിയാം, അവിടെയാണ് ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. നേരെ പുറത്തിറങ്ങി നേരെ ഗേറ്റ് നോക്കണം, നേരെ പോകും. ഇതാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗട്ടോ. ബൈക്ക് ഉണ്ട് യാത്ര ചെയ്യാൻ. നമ്മൾ വന്നേ മോൾ നമ്മളെ പരിചയക്കാരൻ്റെ അറിയാം, അവരോട് ബൈക്ക് തിന്നിട്ടാ എത്രയും അങ്ങനെ രാവിലെ തന്നെ പണി കിട്ടി. എണ്ണ കഴിഞ്ഞു. ഇവിടെ എണ്ണയ്ക്ക് ഭയങ്കര ക്ഷാമമാണ്. എണ്ണ നമ്മൾ റേഷൻ കടയിൽ നിന്നാണ് എണ്ണ കൊടുക്കാറ്. ലിറ്ററിന് 200 റുപ്യ 150 റുപ്യൊക്കെയാണ് വില. രാവിലെ തന്നെ കുറച്ച് എണ്ണ പാരുള്ളൂ, പോകാൻ ആവശ്യത്തിന് മാത്രം എണ്ണ പാരാ പോവാ. നേരെ വണ്ടി എടുത്ത് തന്നെ നേരെ പോയി. ഇതാണ് ബീച്ച്, സെൻട്രൽ കോടുള്ള റോഡാണ് ഈ ബീച്ചിലെ. ചെറിയ വീതി കുറഞ്ഞ റോഡാണ്. ഇവിടെ സൈക്കിൾ കൊടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാർ കേട്ടോ. ഇത് ഇവിടുത്തെ ബാങ്കാണ് കേട്ടോ. ഒരു ബാങ്ക് ഉണ്ട് ഇവിടെ. ഒറ്റ ബാങ്കുള്ളൂ, ATM ഉള്ളൂ. ബാങ്ക് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, കുറേ ദിവസത്തിന് പിന്നെ നന്നാക്കാൻ നാട്ടിൽ നിന്ന് ആള് തരണം കേട്ടോ. നമ്മളെ നാട്ടിൽ ഇവിടെ പറയുന്നത് വെച്ചാൽ കരാന്നാ പറയാം കേട്ടോ. ഇവിടുത്തെ വണ്ടിയൊക്കെയാണ്, ഇവിടുത്തെ ലോഡ് കൊണ്ടുള്ള വണ്ടിയാണ് കൊട്ടവണ്ടി. നമ്മുടെ നാട്ടിൽ കല്ലിട്ട് വെട്ടുന്ന മെഷീൻ്റെ കൊട്ട കയറ്റിയ കേട്ടോ. രണ്ട് സൈഡ് നോക്കിയിട്ട് ഒരുപാട് നിസ്കാര പള്ളികളും അങ്ങനത്തെ സംഗതി ഫുള്ള്. ഇവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളായതുകൊണ്ട് ഫുള്ള് നിസ്കാരപ്പള്ളിയും കാര്യങ്ങളും കേട്ടോ. അവിടെ ഓരോരുത്തർ പണിക്ക് പോകുന്നുണ്ട്. ഞങ്ങൾ പണിക്ക് പോകാൻ ഞങ്ങൾ രാവിലെ തന്നെ ജെട്ടിക്ക് ഇറങ്ങിയതാണ്, മീൻ കിട്ടും നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഈ കണ്ട ഓല ഉണ്ട്, ഞങ്ങളൊക്കെ ഇവിടെ ചായക്കടകൾ മറ്റേതോ. അപ്പൊ ഇതാണ് ഈ ദ്വീപിലെ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലം. മൂന്നും കൂട്ടർ ജംഗ്ഷനാണ് ഇവിടെ. ഇവിടെ നേരെ പോയാൽ ദ്വീപിലെ വടക്ക് ഭാഗത്തെത്തും. ഞങ്ങൾ ഇടത്തോട്ട് പോയതാണ് ജെട്ടിൻ്റെ ഭാഗം. ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, കോൺഗ്രസ് ഓഫീസും കാര്യങ്ങൾ, പാർട്ടിക്കാർ, നേവി, പോലീസ് സ്റ്റേഷന്, ഇതിനുള്ളിൽ തന്നെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ. അവിടെ നേരെ പോകണം നമ്മൾ ജെട്ടിക്കാട്ടോ. ജെട്ടിക്ക് പോകുമ്പോൾ ചിലപ്പോൾ കാണാം അവിടെ മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ വലിയ ബോട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ മറ്റേ ബേപ്പൂരിക്കും മംഗലാപുരത്തേക്കും ഇപ്പോഴും മീൻ കൊണ്ടുപോകാറില്ല. അത് മീൻ കൊണ്ടുകൊണ്ട് നീങ്ങുന്ന ബോട്ടുകളാട്ടോ. ഇത് ഒരു ബേപ്പൂര് പോയി ഐസ് നിറച്ച് വന്നതാണ്. ഇതിൻ്റെ അടിയിൽ ഫ്രീസറായിട്ട് ഐസ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്നിട്ട് ഇവിടുത്തെ ആൾക്കാർ മീൻ പിടിച്ചാൽ പോയിട്ട് ഇവർക്ക് കൊടുക്കും. ഇവരെന്നിട്ട് തീരെ ഫ്രീസാക്കി നേരെ നമ്മളെ ബേപ്പൂരിക്കോ മംഗലാപുരത്തേക്കോ സാധനം കൊണ്ടുപോകും. രാവിലെ തന്നെ ആയതുകൊണ്ട് വല്ലാതെ ആളൊന്നുമില്ല. നോക്കിയാൽ കടൽ മക്കളെ അടിയാണ് ഈ കാണുന്നത്. ഇവിടെ 2-3 ആളെ ആയുണ്ടാവും കേട്ടോ. 2-3 ആളെ വെള്ളത്തിൽ ആയുണ്ടാവും. പക്ഷെ അടിയിലെ കല്ല് മീൻ പോണത് കറക്റ്റ് കൊണ്ട് കാണാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ മെയിൻ ക്ലിയർ. വലിയ ആമ ഉണ്ടാവും. ആമനെ നല്ല വലിപ്പം കേട്ടോ. വീഡിയോ എത്ര വലിപ്പം ഉണ്ടാകാൻ നല്ല വലിപ്പം ഉണ്ട് ആമ. വെറൈറ്റി വെറൈറ്റി മീൻ കണ്ട അക്കൂരത്തെ ടൈപ്പ് മീനുകളാണ്. അപ്പോൾ നമ്മൾ ബോട്ട് കയറിയൊക്കെയല്ലോ. അപ്പോൾ ഞങ്ങൾ നേരെ എന്താ ഈ പേപ്പറിൽ മീൻ കൊണ്ടുള്ള ബോട്ട് കൊണ്ട് കയറി. എന്താ അല്ലേ ഒരു ബോട്ടിൻ്റെ ഒക്കെ അവസ്ഥകൾ, ഫുള്ള് തുരുമ്പിടിച്ചിരിക്കണല്ലോ. ഇതൊക്കെ നമ്മളെ നാട്ടിലേക്ക് മീൻ കൊണ്ടുവരില്ല. ഇതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. 4-5 പേര് ജോലിക്കാരുണ്ടാവുമല്ലോ മീൻ കൊണ്ടുപോകുമ്പോൾ.
അവർക്ക് കഴിക്കാനുള്ള സംവിധാനങ്ങളും ബാത്റൂം ഒക്കെ ഇതിലുണ്ട്. തേങ്ങ ഉണ്ടെങ്കിൽ വെള്ളമാണ്. ഈ ചാക്കിട്ട് മൂടിയ അവിടെയാണ് ഈ മറ്റേ കപ്പലിൻ്റെ ബോട്ടിലത്തെ ഫ്രീസർ. ഇതിനടിയിലാണ് ഫ്രീസർ വരുന്നത്. മീൻ ഫ്രീസ് ചെയ്യുന്നത് ഇതിൻ്റെ അടിയിലാണ്. ഓല് ബേപ്പൂര് പോയിട്ട് മീൻ കൊണ്ടുവന്നിട്ട് നേരെ, അല്ല മീനല്ല, ഐസ കൊണ്ടുവരും. എന്നിട്ട് ഇവിടെ നിർത്തിയിട്ടിട്ട് ഇവിടുത്തെ ആൾക്കാർ ചെറിയ ബോട്ടുകളിൽ മീൻ പിടിക്കാൻ പോയിട്ട് ഇവർക്ക് മീൻ കൊടുക്കും. എന്നിട്ട് ഇവരെ മീനായിട്ടാണ് നമ്മളെ നാട്ടിൽ കയറുക. ഈ ചാക്കിട്ടിനടിയിൽ ഫുള്ള് ഐസാണ്. ഫ്രീസ് ചെയ്യാൻ കൊണ്ട് ഐസ് ആക്കിയിട്ട് കേട്ടോ. ഇതൊക്കെ മീനൊക്കെ കിട്ടി നമ്മളെ നാട്ടിൽ എത്തുമ്പോൾ വയസ്സാവുന്ന അറിയും കൂടിയില്ല. സേഫ്റ്റി ബോട്ടാക്കരുത്. ചെറിയ ബോട്ടൊക്കെ ചെറിയൊരു തൊഴിൽ ബന്ധിടുന്നുണ്ടോ. ടാങ്കിൽ കുറേ വെള്ളങ്ങളുണ്ട് കേട്ടോ, നല്ല വെള്ളം. ഉപ്പുവെള്ളം പറ്റില്ല. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാനും ഇവിടുത്തെ നല്ല വെള്ളം തന്നെ വേണ്ടേ. ഇതാണ് ഈ ബോട്ടിൻ്റെ ഡ്രൈവർ ഉള്ളിൽ എല്ലാ സംവിധാനമുണ്ട്. റഡാറൊക്കെ കാര്യത്തൊക്കെ എന്താണെന്നൊന്നും അറിയില്ല. വേറെ ഓക്കിയിട്ടൊക്കെ മയക്കുണ്ട്, വലിയ സംഗതിയുണ്ട്. സ്റ്റിയറിംഗ് ഉണ്ട്. ഞങ്ങൾ ആമ്പറേക്ക് ഇട്ട മാതിരി കാലിട്ട് ലോക്കാക്കി വെച്ചു. എന്താല്ലേ, ഇൻവേർട്ടർ ഉണ്ട്. ഇവിടെ കുറേ മീറ്റർ, സ്വിച്ച് ബോർഡ്, ഇതിൻ്റെ അതുപോലെ ലഗേജ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. ഉള്ളി, പച്ചക്കറിയൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ചൊക്കെ കിടക്കാൻ കഴിയും, മൂന്നാളൊക്കെ കിടക്കാൻ കഴിയും. സ്റ്റിയറിങ് ഗിയർ, ഇതെന്താ ഗിയറോ? ഗിയറായിരിക്കും, എന്താ നമുക്കറിയില്ല. 4-5 പേർക്ക് യാത്ര ചെയ്യാൻ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും. മുമ്പിൽ ഇപ്പോൾ അവിടെ കിടന്നുറങ്ങാൻ ഞാൻ നേരെ ഇപ്പോൾ കയറി പോകുന്നത് കിച്ചൺ ഭാഗത്ത് കേട്ടോ. കിച്ചൺ ഉണ്ട്. കിച്ചണ് ഗ്യാസാണ്. താന്ന് ഒരു കുണ്ടില വെച്ചിട്ടുണ്ട്. അത് കാരണം കാല് പിടിക്കാൻ വേണ്ടി ഇവിടെയൊക്കെ കെടുക്കട്ടോ. ഇവിടെയൊക്കെ പച്ചക്കറി ഇറങ്ങുന്ന സ്ഥലം. അങ്ങനെ ഫുൾ സെറ്റപ്പാണ്. 3-4 ദിവസം കടലിൽ യാത്ര ആകുമ്പോഴേ എന്താല്ലേ, എല്ലാ സംവിധാനങ്ങളും വേണ്ടേ. സംഭവം തന്നെ അതൊക്കെ കണ്ട് നേരെ ഞാൻ തട്ടി എല്ലാം ഇറങ്ങി. മീൻ കിട്ടാൻ വേണ്ടി വന്നാൽ പിന്നെ മീനിൻ്റെ ബോട്ടുകാരും വന്നിട്ടില്ല. പിന്നെ ഈ വലിയ ബോട്ടോട്ട് ഉണ്ടാകുമ്പോൾ എല്ലാ മീനും അവർക്ക് കൊടുക്കും ആൾക്കാർ കേട്ടോ. മറ്റേത് നമ്മളെ ജെട്ടിൻ്റെ ഈ ഭാഗത്ത് വന്നാൽ എപ്പോഴും മീൻ കിട്ടും. ഇപ്പോൾ ഒരാളെ ഇവിടെ ചൂണ്ടിടാൻ വന്നു. ഓ കിട്ടി മക്കളെ, മീൻ കിട്ടി. പെടക്കണ മീൻ കിടന്നാണ് പെടക്ക്. ചൂണ്ട ഇട്ടാ മീനാ, വേറെ വർത്താനമില്ല. ഞാൻ നേരെ ഞങ്ങൾ റൂമിൽ തന്നെ വിടാം കേട്ടോ. ഈ ഓല മേഞ്ഞതാട്ടോ ഇവിടെയൊക്കെ ചായക്കടകളാണ്. എന്തൊക്കെ വീഡിയോ നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യേ. ഇതൊക്കെയുണ്ട് ദ്വീപിലെ ഓരോ ബിൽഡിങ്ങുകൾ. ചെറിയ ചെറിയ ബിൽഡിങ്, മദർസ്, ചെറിയ ടെക്സ്റ്റൈൽസ് പോലത്തെ കട, ചെരുപ്പിൻ്റെ കട, ഫാൻസി, എല്ലാ സംഗതി ഇവിടെ ഉണ്ട്. ചെറുതായിരിക്കുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ബീച്ചിലൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നാൽ നേരെ റൂമിൽ തന്നെ പോകട്ടോ. ഇവിടെ വലിയ വീടൊക്കെ വരുന്നുണ്ട് കേട്ടോ. 1-2 വീടൊക്കെ വലിയ, 2 നല്ല വീടൊക്കെ ഉണ്ട്.
സോളാർ വരെ വെച്ച വീടൊക്കെ കേട്ടോ അവിടെ. ഇതൊരു വലിയ വീടാട്ടോ. വലിയ വീട് ആകുമ്പോൾ കുറച്ചുണ്ടാവുള്ളൂ. ഇതൊക്കെ ഇവിടുത്തെ ഹോട്ടലുകളാണ്. തേങ്ങ അത് ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മൾ കണ്ടു പോയി വീഡിയോ കാണുന്നത് എത്രങ്ങാനും തെങ്ങാണ് ഈ ദ്വീപിൽ. 10,000 തെങ്ങുണ്ടാവും ഇതിനുള്ളിൽ. ഒരു ദേശീയ വണ്ടിയാണ്, ദേശീയ വണ്ടി. അപ്പൊ ഇങ്ങനെ നമ്മൾ ചുറ്റിക്ക നേരെ നമ്മൾ റൂമൊക്കെ എത്താനായിട്ടാണ്. ബാക്കി എല്ലാ വിശേഷങ്ങളും ദ്വീപിലെ കാഴ്ചകൾ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യും. ഒന്ന് റൂമിലെത്തിയിട്ട് ഈ നേരെ കാണുന്ന വീട്, ഈ മഞ്ഞ ഗേറ്റാണ് നമ്മുടെ വീട് കേട്ടോ താമസിക്കുന്നത്. ഓക്കെ, എന്നാൽ ശരി.